2025 എന്ന് പറയുന്നത് ഞങ്ങളുടെ സംഘടനയെ പുനരുജ്ജീവിപ്പിക്കുന്ന വർഷമായിട്ടാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഴിച്ചുപണി എന്തങ്ങോട്ട് ചെയ്തിട്ടും അങ്ങോട്ട് ശരിയാവണില്ല അത്ര. ഒരു തൃപ്തി കിട്ടണില്ല അത്രേ. കുറേ അങ്ങോട്ട് മാറ്റി നോക്കി, കുറേ ഇങ്ങോട്ട് മാറ്റി നോക്കി, പക്ഷേ എന്തോ ഒരു ഇളക്കം പോലെ എത്ര. അടി മുതൽ മുടി വരെ സംഘടനക്കകത്ത് എവിടെയൊക്കെ മാറ്റം വേണമോ അവിടെയൊക്കെ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ. അല്ല, എന്താ ഇപ്പം ഇത് ചെയ്യുക? ഡൽഹിയിലെ യോഗത്തിൽ ആരൊക്കെ പോയിട്ടുമില്ല അത്രേ. ഒരു തലക്കന്നിങ്ങനെ ശരിയാക്കി വരികയായിരുന്നു. ഇതിനെ അവിടെ ഇവിടെ പൊട്ടും പൊളിയൊക്കെ ഉണ്ട്, വെൽഡ് ചെയ്യണം. അതെല്ലാം ഇപ്പോൾ AICCയുടെ പരിഗണനയിലുള്ള കാര്യങ്ങളാണ്. പിന്നെ DCCകൾ പുനഃസംഘടിപ്പിക്കണം, ഏതൊക്കെ DCC പുനഃസംഘടിപ്പിക്കണം, മൊത്തത്തിലാണോ അതോ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് നിലനിർത്തി അല്ലാത്തതാണോ, ഇതൊക്കെ AICC എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും ഈ അഴിച്ചുപണി ഒന്ന് തീരുമോ? വണ്ടിക്ക് വല്ലാത്ത കുലുക്കുണ്ട്. സെൻട്രൽ ബോൾട്ടിനൊരു ഇതുണ്ടോന്നൊരു സംശയമുണ്ട്. ഏത് തകരാറ്? ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. തൽക്കാലം ഇതിങ്ങനെ ഓടട്ടെ. ഈ വന്ന ടീം മാത്രമല്ല കേരളത്തിലെ ക്രീമായിട്ടുള്ള ടീം എന്ന് പറയുന്നത്. ഇതുപോലെ കൊള്ളാവുന്ന എഫക്റ്റീവായിട്ടുള്ള ജനങ്ങളിൽ വിശ്വാസമുള്ള, ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരുപാട് നല്ല നേതാക്കന്മാരുള്ള പാർട്ടിയാണ്. ഞങ്ങളുടെ രണ്ടാം നിര നേതൃത്വം വളരെ ശക്തമാണ് കേരളത്തിൽ, വൈബ്രൻ്റാണ്. അപ്പോൾ അവരെയൊക്കെ പരമാവധി വിനിയോഗിച്ചുകൊണ്ട് അവരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും. ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്? എങ്ങനെ പുനഃസംഘടന നേരത്തെ ചർച്ച ചെയ്ത അവസരത്തിൽ KPCC തലത്തിൽ പുനഃസംഘടന കഴിയുമ്പോൾ സ്വാഭാവികമായും ജില്ലാ തലത്തിലുള്ള പുനഃസംഘടനയും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ ടീം ഒന്നും കൂടെ സെറ്റ് ആവേണ്ടി വരുമെന്നാണ് പറഞ്ഞു വരുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരികയാണ്. ഇനിയൊരു ഭരണം, പിണറായി ഭരണം വേണ്ട എന്ന് ജനങ്ങൾ മടുത്തു പറയുന്നൊരു കാലമാണ്. ആ കാലത്തിൽ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ച് പാർട്ടിയെ സജ്ജമാക്കി, മുന്നണിയെ സജ്ജമാക്കി കേരളം ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. എല്ലാ വർഷത്തെയും കളി പോലെയല്ല ഈ വർഷത്തെ കളി. ജയിക്കണം, ജയിച്ചേ പറ്റൂ. തോറ്റാൽ എല്ലാം തകരും, എല്ലാം. ഇടനയമ്പിൽ ഒരു 3 പേരെ മാറ്റണം. ജോസും പ്രഹ്ലാദനും രാജപ്പനും പോരാ. അത് നമുക്ക് മാറാനുള്ള ആളിനെ കണ്ടുവച്ചിട്ടുണ്ട്. ഇതിപ്പോ എങ്ങനെ അഴിച്ചു പണിയാണെങ്കിൽ പണിയെടുത്ത് അവസാനം വല്ലതും ബാക്കി ഉണ്ടാവുമോ? അല്ലെങ്കിൽ ജനങ്ങൾ ഞങ്ങളെ പുറങ്കാൽ കൊണ്ട് ചവിട്ടും. ഇതിപ്പോ മാറ്റി നിർത്തിയവരൊക്കെ കൂടെ വേറെ ടീം ഉണ്ടാക്കാനാണോ അതുള്ള ടീം സെറ്റ് ആവാനാണോ എന്നാണ് മനസ്സിലാവാത്തത്. എവിടെയൊക്കെ പാർട്ടിയിൽ ഊർജ്ജസ്വലമായ മാറ്റം ആവശ്യമുണ്ടോ അവിടെയൊക്കെ ഊർജ്ജസ്വലമായ മാറ്റം ഉണ്ടാകും. ഒരുപാട് ആൾക്കാർ അഴിച്ചു പണിയണ്ടോ, ഓരൊക്കെ കൂടെ വേറൊരു ടീം സെറ്റ് ആവാൻ സാധ്യത ഉണ്ട്. നിങ്ങളെ നിർദ്ദേശം നോക്കാം നമുക്ക്. അപ്പോൾ ടീം സെറ്റായി കളത്തിലിറങ്ങാൻ ഇനി എത്ര തവണ ആരൊക്കെ അഴിച്ചു പണിയെന്ന് കാത്തിരുന്ന് കാണാം.